ജീവിത നദിതൻ മറുകര തേടാ അടിയനു നീ തുണയേകൂ. മനസ്സിലിന്നൊരു പൂമഴയാ അരികിലണയൂ ശ്രീയേശുവേ. ജീവിത നദിതൻ മറുകര തേടാ അടിയനു നീ തുണയേകൂ. പ്രിയമുള്ള കലാസ്നേഹികളെ, നിങ്ങൾക്കേവർക്കും സമാജം തിയേറ്റേഴ്സിന്റെ സ്നേഹവന്ദനം. അധിനിവേശത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പും വിമോചനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും ചരിത്രാതീത കാലം മുതൽ മനുഷ്യനൊപ്പമുണ്ട്. ഇതിഹാസങ്ങളും പുരാണങ്ങളും വേദപുസ്തക ചുരുളുകളും പോരാട്ടങ്ങളുടെയും യുദ്ധങ്ങളുടെയും ചരിത്രങ്ങൾ കൂടിയാണ്. ഇവിടെ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടമാണ് കഥാസന്ദർഭം. റോമയുടെ അധിനിവേശ ഭരണത്തിൽ വീർപ്പുമുട്ടിക്കഴിയുന്ന യഹൂദജനം സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദാഹവും രക്ഷകനു വേണ്ടിയുള്ള കാത്തിരിപ്പും മാത്രമാണ് അവർക്ക് ജീവിക്കാനുള്ള ഊർജം. നേരും നെറിയുമില്ലാത്ത ഭരണവർഗം, അതിന് ചൂട്ടുപിടിക്കുന്ന മതപുരോഹിത വർഗവും യഹൂദജനങ്ങളിൽ അരക്ഷിതാവസ്ഥ വരുത്തിക്കൊണ്ടിരുന്നു. ഈ സാമൂഹിക അന്തരീക്ഷത്തിൽ വിപ്ലവത്തിലൂടെ വിമോചനമെന്ന ആശയവുമായി അവരെത്തുന്നു. വേദപുസ്തക ഏടുകളിൽ നിന്ന് അടർത്തിയെടുത്ത ചില കഥാപാത്രങ്ങളെ എഴുത്തുകാരന്റെ ആശയത്തിനനുസരിച്ച് ചില സാങ്കല്പിക കഥാപാത്രങ്ങളുടെ സഹായത്തോടെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണിവിടെ. ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ. സ്നേഹമേകീടേണമേയൻ മനം നീറുമ്പോ, സ്നേഹിതനായി നീ വരണേ ഏകനാകുമ്പോ. പ്രിയമുള്ള കലാസ്നേഹികളെ, സമാജം തിയേറ്റേഴ്സിന്റെ 11ാമത് നാടകം വിമോചകൻ. ഹോ, ഈ യെരുശലേമിലേക്കുള്ള യാത്ര ദുരിതം തന്നെ. വല്ലാത്ത ദാഹവും നീരുറവ് ഇവിടെയൊന്നും കാണാനുമില്ല. ഏതായാലും ഇത്തിരി വിശ്രമിച്ചിട്ടാകാം യാത്ര. ഹേയ്, നീ ആരാണ്? ഞാനൊരു വഴിപോക്കനാണ്. നിന്റെ ഭാണ്ഡവും വേഷവും കണ്ടാൽ അറിയാം നീ ഒരു വ്യാപാരിയാണെന്ന്. ശോ, നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിന്റെ ഭാണ്ഡം നിറയെ പണമാണെന്ന് നീ പറയാതെ തന്നെ എനിക്കറിയാം. ഇത് വലിയ ശല്യമായല്ലോ. നിങ്ങളൊന്ന് പോകാമോ? ഞാൻ ഇച്ചിരി നേരം സ്വസ്ഥമായി നിൽക്കട്ടെ. വെറും കൈയോടെ പോകാനല്ല ഈ യാസർ വന്നത്. നിങ്ങൾ ആരാണെന്നാ പറഞ്ഞത്? എന്താ, നീ ഭയപ്പെട്ടു പോയോ? നിങ്ങൾ റോമാ സാമ്രാജ്യത്തിന് വേണ്ടി കരം പിരിക്കുന്ന യാസറല്ലേ? അതെ, നിനക്ക് തെറ്റിയിട്ടേ ഇല്ല. റോമാ സാമ്രാജ്യത്തിന് വേണ്ടി യഹൂദരിൽ നിന്നും കരം പിരിക്കുന്ന യഹൂദനായ യാസർ. ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. നസ്രത്തിലേക്ക് പോകുന്ന ഒരു പാവം വ്യാപാരിയാണ് ഞാൻ. നീ എവിടെ വേണമെങ്കിലും പോയിക്കോ, പക്ഷേ നിന്റെ കൈവശമുള്ള പണം അതെനിക്ക് വേണം. അതെങ്ങനെ ന്യായീകരിക്കാനാകും? റോമയ്ക്ക് ഞാൻ മുമ്പ് തന്നെ കരം കൊടുത്തു കഴിഞ്ഞു. നീ കരം കൊടുക്കുന്ന നാണയത്തൊട്ടുകൾ ആർക്ക് വേണം? ആ ഭാണ്ഡം ഇങ്ങ് എടുക്കൂ. നിങ്ങൾ എന്താ ഒരു കൊള്ളക്കാരനെ പോലെ സംസാരിക്കുന്നത്? റോമ ഭരണകൂടം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് കരം പിരിക്കാനല്ലേ?
ആ ജോലി മാത്രം ചെയ്യുകയല്ലേ ഉത്തമം? നിങ്ങളും ഒരു യഹൂദനല്ലേ? സ്വന്തം ജനതയെ പീഡിപ്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വരുന്നു? ഛേ, നിർത്തടാ നിന്റെ വേദാന്തം. ശരിയാണ്, ഞാനും യഹൂദനാണ്. പക്ഷേ അധികാരം അത് റോമാ സാമ്രാജ്യത്തിന്റെ കയ്യിലാണ്. അവരോടൊപ്പം നിൽക്കേണ്ടത് എന്റെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. തലമുറകളായി ഈ റോമാ സാമ്രാജ്യത്തിന്റെ നെറികേടിന് വിധേയരായി മടുത്തു. ജീവനും സമ്പത്തിനും സംരക്ഷണമില്ലാതെ ജീവിക്കാൻ പോലും അവകാശമില്ലാത്തവരെ പോലെ സ്വന്തം നാട്ടിൽ ജീവിക്കാമല്ലോ, നിനക്ക് യഥേഷ്ടം ജീവിക്കാം. പക്ഷേ നിന്റെ കയ്യിലുള്ള പണം എനിക്ക് തന്നാൽ. ഇല്ല, ഞാൻ തരില്ല. മര്യാദയ്ക്ക് തരാൻ. നിന്നോടോ പറഞ്ഞ മര്യാദയ്ക്ക് തരാൻ. അയ്യോ, ആരോ എറിഞ്ഞതാണെന്ന് തോന്നുന്നുവല്ലോ. ഹോ, രക്ഷപ്പെട്ടു. ഇയാളുടെ ബോധം മറഞ്ഞെന്നാ തോന്നുന്നത്. ഏതായാലും രക്ഷപ്പെട്ടേക്കാം. നിൽക്കവിടെ, നിൽക്കാൻ. അതാരാണാവോ അടുത്ത കുരിശ്? അതെ കൂട്ടുകാരാ, എന്റെ ഏറുകൊണ്ട് ഇവിടെ എന്തെങ്കിലും വീണായിരുന്നോ? അപ്പോ നിങ്ങളാണോ എറിഞ്ഞത്? എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അതിന് നിങ്ങൾ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഏറുകൊണ്ട് വീണത് ആ ദാ കിടക്കുന്നു. എവിടെ എവിടെ എന്റെ പ്രാവ് എവിടെ? പ്രാവോ? പിന്നെ അല്ലാതെ, ഞാൻ പ്രാവിനെയല്ലേ എറിഞ്ഞത്. അപ്പൊ പ്രാവിനെ എറിഞ്ഞു പിടുത്തമാണ് പണി അല്ലേ? അതെന്താ കൂട്ടുകാരാ അങ്ങനെ പറഞ്ഞത്? എന്നെ കണ്ടാൽ അതിന്റെ അഹങ്കാരമുണ്ടെന്ന് തോന്നുമോ? തമാശ പറയാനുള്ള നേരമല്ലിത്. മാറി നിൽക്ക്, എനിക്ക് രക്ഷപ്പെടണം. ഏതായാലും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ എന്നെ രക്ഷിച്ചു. നന്ദിയുണ്ട് സഹോദര. ഞാൻ അങ്ങനെയൊക്കെ ചെയ്തോ? സന്തോഷമായി കൂട്ടുകാരാ, സന്തോഷമായി. എന്താ നിങ്ങളുടെ പേര്? സ്നേഹമുള്ളവർ പ്രാവുമാമൻ എന്ന് വിളിക്കും. സ്നേഹമില്ലാത്തവരോ? അവരും അങ്ങനെ തന്നെ വിളിക്കും. അതിന് കാരണമുണ്ട്. ഇവിടെ പറന്നു നടക്കുന്ന പ്രാവുകളെ ഞാൻ എറിഞ്ഞു വീഴ്ത്തി അതിനെ സുഖപ്പെടുത്തി യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുപോയി യാഗം കഴിക്കാൻ വരുന്നവർക്ക് മിതമായ കാശിന് വിൽക്കും. നിങ്ങളെപ്പോലെയുള്ള കള്ള കച്ചവടക്കാരുടെ കയ്യിലാണ് വിശുദ്ധ ദേവാലയവും പരിസരവും. അത് ഇതാരാ വഴിയിൽ കിടക്കുന്നത്? ഏയ് എഴുന്നേൽക്കൂ, ഏയ് എഴുന്നേൽക്കാൻ. വേണ്ട വേണ്ട, അയാളെ ഉണർത്തണ്ട. മനുഷ്യത്വമില്ലാത്തവൻ. നീ അങ്ങനെ അങ്ങ് രക്ഷപ്പെട്ടാലോ? എന്നെ കൊല്ലാൻ നോക്കിയിട്ട് നിക്കണ അവിടെ. സത്യമായി എനിക്കൊന്നും അറിയില്ല. ഇയാളാണ് നിങ്ങളെ എറിഞ്ഞത്. അല്ല കൂട്ടുകാരാ, സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചത്? അയ്യോ, ഇതാണ് സംഭവിച്ചത്. ഇതാ ഞാനൊരു മനുഷ്യന് ഉപകാരം ചെയ്യാത്തത് അനുഭവിക്കാനുള്ളത് വഴി തങ്ങുമോ? ആ ഭാണ്ഡം എടുക്ക്. ഇല്ല, ജീവൻ പോയാലും ഞാൻ തരില്ല. ഞാൻ ചോര നീരാക്കി ഉണ്ടാക്കിയ പണം റോമാ സാമ്രാജ്യത്തിലെ അധികാരികളുടെ വിഴുപ്പിളക്കുന്ന നിന്നെപ്പോലുള്ളവർക്ക് സൂഹിക്കാൻ ഞാൻ തരില്ല. നിർത്ത്. അധികാരവർഗത്തിന്റെ നെറുകേടിന് കൂട്ടുനിന്ന് സ്വന്തം ജനതയുടെ കഴുത്തിന് കത്തിവെക്കുന്ന മഹാഭാവി, പൊയ്ക്കോ, അല്ലെങ്കിൽ ഈ തെരുവിൽ നിന്റെ ചോര പടരും. അല്ല കൂട്ടുകാരാ, നിങ്ങൾ പ്രാവുമാമ, ഈ കൂട്ടുകാരന്റെ വക ഇതുകൂടി ഇരിക്കട്ടെ. അയ്യോ, രണ്ടു പേർക്കും ഞാൻ ഓരോ ഉപകാരം ചെയ്തു. രണ്ടുപേരും എനിക്ക് പ്രതിഫലം തന്നു. സന്തോഷമായി കൂട്ടുകാരാ, സന്തോഷമായി. കത്തിയെടുക്കുന്നവനോട് കടങ്കഥ പറഞ്ഞു നിന്നാൽ ജീവൻ അവൻ കൊണ്ടുപോകും. നന്ദിയുണ്ട്. നിങ്ങൾ ആരാണ്? ഞാൻ നിങ്ങളെപ്പോലെ ഒരു മനുഷ്യൻ, പ്രതികരണശേഷിയുള്ള ഒരു മനുഷ്യൻ. അധികാരവർഗത്തിന്റെ അനീതിക്കെതിരെ പ്രതികരിക്കുക, വിപ്ലവത്തിലൂടെ മോചനം നേടുക, അതാണ് ഞങ്ങളുടെ നേതാവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉപദേശം. ആരാണ് നിങ്ങളുടെ നേതാവ്?
എന്ത് വിമോചനത്തിന്റെ കാര്യമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സ്വന്തം മോചനത്തെക്കുറിച്ചുള്ള ബോധവും പ്രതികരണശേഷിയും ഇല്ലാത്തതാണ് ഈ യഹൂദന്മാരുടെ പ്രധാന പ്രശ്നം. ഒന്നുകൂടെ വ്യക്തമായി പറയാമോ? യഹൂദയിൽ ഒരു വിപ്ലവം സൃഷ്ടിച്ച് റോമാ സാമ്രാജ്യത്തിന്റെ നിഷ്ഠൂര ഭരണം അവസാനിപ്പിച്ച് പുതിയൊരു സാമ്രാജ്യം സൃഷ്ടിക്കുകയാണ് ഞങ്ങളുടെ നേതാവിന്റെ ലക്ഷ്യം. ആ, അത് നല്ല കാര്യമാണ്. നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. ഒരു വിപ്ലവത്തിലൂടെ റോമയുടെ ഭരണകൂടത്തെ മറിച്ചിടാൻ കഴിയുമെങ്കിൽ നിങ്ങളോടൊപ്പം ഞാനുമുണ്ട്. ആഹാ, ഇങ്ങനെയുള്ള യഹൂദന്മാരെയാണ് ഞങ്ങളുടെ നേതാവിന് ആവശ്യം. വരൂ, ഞാൻ നിങ്ങളെ എന്റെ നേതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. ശരി, പോകാം. പക്ഷേ നിങ്ങളുടെ വിപ്ലവകാരിയായ ആ നേതാവ് ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ നേതാവിനെ നിനക്കറിയില്ലേ? റോമാ ഭരണാധികാരികളുടെ പിടികിട്ടാ പുള്ളി. യഹൂദ മഹാപുരോഹിതന്മാരുടെയും ജനങ്ങളുടെയും പേടി സ്വപ്നം. യഹൂദയിലെ വിപ്ലവ സാമ്രാജ്യത്തിന്റെ അധിപൻ. ചുവന്ന കണ്ണുകളുള്ള ആ മനുഷ്യൻ. ആരാണത്? ബറാബാസ്. ബറാബാസ്. വിപ്ലവത്തിലൂടെ വിമോചനം, അത് എന്റെ ലക്ഷ്യമാണ്. അത് ഞാൻ നേടും. റോമായുടെ ഭരണം അവസാനിപ്പിച്ച് യഹൂദിയുടെ ഭരണം എനിക്ക് വേണം. ഈ ബറാബാസിന് വേണം. നേതാവിന് വന്ദനം. വന്ദനം ഒനിസിമോസ്. നിന്നോടൊപ്പമുള്ള ഈ പുതിയ ആൾ ആരാണ്? ഇത് മനാസ്, വ്യാപാരിയാണ്. നസ്രത്തിലേക്ക് പോകും വഴി ആ യാസർ ഇയാളെ ഉപദ്രവിച്ചു. ഞാൻ രക്ഷിച്ചുകൊണ്ട് വരികയാണ്. നമ്മുടെ സങ്കേതത്തിലേക്ക് ഇയാളെ കൊണ്ടുവരാൻ കാരണം? നമ്മളുടെ വിപ്ലവ സംഘത്തിൽ ചേരാൻ ഇയാൾ തയ്യാറാണ്, അല്ലേ മനാസ്? അതെ, ഞാൻ തയ്യാറാണ്. ഒരു വിപ്ലവത്തിലൂടെ റോമയുടെ ഭരണം അവസാനിപ്പിക്കാനുള്ള നിങ്ങളുടെ ശ്രമങ്ങൾക്ക് ഇന്നു മുതൽ ഞാനും പങ്കാളിയാണ്. പക്ഷേ നീ ഉദ്ദേശിക്കുന്നത് പോലെ അത്ര നിസാര കാര്യമല്ല ഒരു വിപ്ലവകാരിയുടെ ജീവിതം. നേതാവ് എന്താണ് ഉദ്ദേശിക്കുന്നത്? നൂൽപ്പാലത്തിലൂടെയുള്ള യാത്ര പോലെയാണ് ഒരു വിപ്ലവകാരിയുടെ ജീവിതം. പിടിക്കപ്പെട്ടാൽ ജീവൻ പോലും തിരിച്ചു കിട്ടില്ല. ആത്മധൈര്യത്തോടുകൂടി രക്തം ചൊരിയാൻ തയ്യാറാണെങ്കിൽ മാത്രം ഞങ്ങളോടൊപ്പം കൂടാം. തയ്യാറാണ് നേതാവേ, തയ്യാറാണ്. എന്നിലെ വിപ്ലവ ചിന്തകൾ ഉണർന്നു കഴിഞ്ഞു. മനാസ്, റോമാ ഭരണം അവസാനിപ്പിക്കുക മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. യഹൂദ്യയുടെ ഭരണം നമുക്ക് ഏറ്റെടുക്കണം. യെരുശലേമിലെയും ഗലീലയിലെയും എല്ലാ ജനങ്ങളും ബറാബാസ് എന്ന ഈ വിപ്ലവകാരിയുടെ ആജ്ഞ അനുസരിക്കണം. അതെന്റെ സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടും. അതിനുവേണ്ടി പോരാടാൻ ഞാൻ തയ്യാറാണ്. കൊള്ളാം മനാസ്, ഒരു വിപ്ലവകാരിക്ക് വേണ്ട എല്ലാ ലക്ഷണവും നിനക്കുണ്ട്. നിനക്കിവിടെ തുടരാം. നമ്മിലെ കനൽ പോലെ എരിയുന്ന വിപ്ലവാഗ്നിയിൽ റോമാ സാമ്രാജ്യം എരിഞ്ഞമരുന്ന ഒരു ദിവസം വരും. ആ ഒനിസിമോസ്, ഇവനെ ഇവിടെ എത്തിച്ചതിൽ നിനക്കെന്റെ അഭിനന്ദനം. സന്തോഷം. ശരി, ഞാൻ പോകുന്നു. ആ ഒനിസിമോസ്, യൂദാസ് വരികയാണെങ്കിൽ എന്നെ കണ്ടിട്ടേ പോകാവൂ എന്ന് പറയണം. തീർച്ചയായും. ആരാണ് യൂദാസ്? നമ്മുടെ സംഘത്തലവനായ ബറാബാസിന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് യൂദാസ്. ഒപ്പം ഈ വിപ്ലവ സംഘത്തിന്റെ പണസഞ്ചി സൂക്ഷിപ്പുകാരനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതും ബറാബാസും യൂദാസും കൂടിയാണ്. അപ്പോൾ ഈ വിപ്ലവ സംഘത്തിലെ പ്രധാന കണ്ണിയാണ് യൂദാസ്, അല്ലേ? അതെ. യഥാർത്ഥത്തിൽ നമ്മുടെ നേതാവിന്റെ വീട് എവിടെയാണ്? അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ഒരു വിചിത്രതയുണ്ടല്ലോ. അതെ, ബറാബാസ്.
ബറബ്ബ, അപ്പന്റെ മകൻ. കൂടുതലൊന്നും എനിക്കറിയില്ല. ചെറുപ്പത്തിൽ ആടുമേയ്ക്കൽ ജോലിയായിരുന്നു. പിന്നീട് എങ്ങനെയോ യഹൂദയിൽ എത്തിച്ചേർന്നു. അനുഭവങ്ങൾ അധികാരവർഗത്തോടും സമ്പന്നരോടും പ്രതികരിക്കുവാൻ അദ്ദേഹത്തിന് കൽപ്പ് നൽകി. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം തന്റെ ഗുരുവിനെ കണ്ടുമുട്ടുന്നു. ഗുരുവോ? അതാരാണ്? ബറാബാസ് എന്ന യൗവനക്കാരനിൽ വിപ്ലവത്തിന്റെ വിത്തുകൾ ആദ്യം വിതറിയത് ഗുരുവായിരുന്നു. ഗുരു ഇപ്പോൾ എവിടെയാണ്? താമസം എവിടെയെന്ന് അറിയില്ല. വല്ലപ്പോഴും താവളത്തിലെത്താറുണ്ട്. ബറാബാസിനും യൂദാസിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ട് അപ്പോൾ തന്നെ അപ്രത്യക്ഷനാകും. ഈ വിപ്ലവ സംഘത്തിന് പിന്നിൽ ഗുരുവാണെന്ന് പുറം ലോകത്തിന് അറിയില്ല, അല്ലേ? ഇല്ല. പക്ഷേ മഹാപുരോഹിതന്മാരായ ഹന്നാവിനും കയ്യാഫാസിനും ഇതറിയാം. ആ മനാസ്, നീ അല്പം വിശ്രമിക്കൂ. എനിക്കൊരു ചെറിയ ജോലി ചെയ്തു തീർക്കുവാനുണ്ട്. ആരാണ് നീ? ഇതിനു മുൻപൊന്നും ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ മനാസ്. ഇന്നു മുതൽ ഈ വിപ്ലവ സംഘത്തിൽ ചേർന്നു. അങ്ങാരാണെന്ന് മനസ്സിലായില്ല. ആ, ഞാൻ യൂദാസ്. കേട്ടിരുന്നു. കണ്ടതിൽ വളരെ സന്തോഷം. നിങ്ങളാൽ കഴിയുന്ന ആളുകളെ ഇനിയും ഈ വിപ്ലവ സംഘത്തിൽ എത്തിക്കുക. അങ്ങനെ റോമാ സൈന്യത്തോട് ചെറുത്തു നിൽക്കാൻ പറ്റിയ അംഗബലമുള്ളവരായി നാം തീരണം. തീർച്ചയായും ഞാൻ ശ്രമിക്കാം. നേതാവ് പറഞ്ഞിരുന്നു കണ്ടിട്ടേ പോകാവൂ എന്ന്. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. പുരോഹിത, എന്താണ് ആ യാത്ര വരാൻ വൈകുന്നത്? ഞാനും അതാണ് ആലോചിക്കുന്നത്. എന്നും ചുങ്കം പിരിച്ചുകൊണ്ടുവരുന്ന പണം വീതം വെച്ച് പിരിഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞു. ഇപ്പോഴവൻ പഴയതുപോലെയല്ല. എന്തു പറ്റി? അവൻ കൊണ്ടുവരുന്ന പണം വളരെ കുറവാണ്. ശരിയാണ്, അവൻ പണം മാറ്റുന്നുണ്ടോ എന്നെനിക്ക് സംശയം. അവൻ ഇങ്ങ് വരട്ടെ, ഞാൻ ചോദിക്കുന്നുണ്ട്. അബദ്ധം കാട്ടരുത്. അവനെ പിണക്കുന്നത് അപകടമാണ്. എന്ത് അപകടം? യാസർ പണം പിരിക്കുന്നത് റോമയ്ക്ക് വേണ്ടിയാണ്. കണക്കിൽ കൃത്രിമം കാട്ടി മഹാപുരോഹിതന്മാരായ നാം ആ പണം വീതിക്കുകയാണെന്ന് അവൻ ആരോടെങ്കിലും പറഞ്ഞാൽ പ്രശ്നമാകും. അത് ശരിയാണ്. ഹേ, ഈ പ്രാവുകൾ ഇങ്ങനെ തുടങ്ങിയാൽ ഞാൻ എങ്ങനെ ജീവിക്കും? എടോ പ്രാവുമാമ, താനെന്താ ഇവിടെ? ഹേയ്, ഇത് അതിശയമായിരിക്കുന്നുവല്ലോ. ഈ വിജനമായ സ്ഥലത്ത് എന്തേ മഹാപുരോഹിതന്മാർ? ഞങ്ങൾ ദേവാലയത്തിലേക്കുള്ള യാത്രാമധ്യേ കുറച്ച് വിശ്രമിക്കാമെന്ന് കരുതി. നിനക്ക് ദേവാലയ പരിസരത്ത് കച്ചവടം നടത്തുന്നതിനുള്ള അനുമതി പത്രം നൽകിയതിന്റെ പണം ഇതുവരെ എത്തിച്ചിട്ടില്ല. ക്ഷമിക്കണം പുരോഹിത, ഇപ്പൊ പഴയതുപോലെ അല്ല. പ്രാവുകൾക്കൊന്നും ഒരു അനുസരണയുമില്ല. എന്റെ ജീവിതം ഇങ്ങനെ എറിഞ്ഞു തീരുകയേ ഉള്ളൂ. പ്രാവിനെ കിട്ടാനില്ല. ദാ, ദാ, അവിടെ വരുന്നുണ്ട്. അയ്യോ, ആർക്കോ കൊണ്ടിട്ടുണ്ടല്ലോ. എന്റെ ഉന്നമെല്ലാം പിഴക്കുകയാണല്ലോ. ഓടി രക്ഷപ്പെട്ടേക്കാം. ഈ പ്രാവുമാമന്റെ ഒരു കാര്യം. എന്താ യാസർ താമസിച്ചത്? ഒന്നും പറയണ്ട. ഇന്നൊരുത്തനെ കയ്യിൽ കിട്ടിയതാണ്. പക്ഷേ അവനെ ആ ബറാബാസിന്റെ സഹായി വന്ന് രക്ഷപ്പെടുത്തി. എന്നിട്ട് അവിടെ നിന്നും നഗരത്തിലെത്തിയപ്പോഴല്ലേ പൊടി പൂരം. എന്താ, എന്തുണ്ടായി? പുരോഹിതന്മാർ അറിഞ്ഞില്ലേ? പട്ടണത്തിൽ നിന്നും ഒരു പുതിയ പ്രവാചകൻ എത്തിയിരിക്കുന്നു. പ്രവാചകനോ? യേശു എന്നാണ് അവന്റെ പേര്. കുറെ ശിഷ്യന്മാരും ഒരു പറ്റം ജനവും എപ്പോഴും അവന്റെ പിന്നാലെ ഉണ്ട്. ശരിയാണ്, ഞാനും കേട്ടു. നസ്രയത്തിലുള്ള തച്ചൻ ജോസഫിന്റെ മകനാണവൻ. യഹൂദാ ജനം കാത്തിരുന്ന മശിഹായാണ് അവൻ എന്നാണ് ഇപ്പോൾ ജനം പറയുന്നത്. കുറെ മന്ത്രവിദ്യകളും അവൻ അറിയാം. കാനായിൽ ഒരു കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ ഏറ്റവും വീര്യം കൂടിയ
വീഞ്ഞാക്കി മാറ്റിയത്രേ. അനേകർക്ക് രോഗസൗഖ്യവും നൽകിയത്രേ. എല്ലാം മായാജാല വിദ്യകളാണ്. ഏതായാലും നമുക്ക് ഭീഷണി ഉയർത്തുന്നുവെങ്കിൽ അവരെ നശിപ്പിക്കുക തന്നെ വേണം. ശരി, ഞങ്ങൾക്ക് ദേവാലയത്തിലേക്ക് പോകാൻ സമയമായി. എന്തിനാ? ആരാധിക്കാനാണോ? അല്ല, കച്ചവടക്കാരിൽ നിന്നും പണം പിരിക്കാൻ. എന്നാലും ആ 3 നാണയം എവിടെ പോയി? എന്താ യൂദാസ് പിറുപിറുക്കുന്നത്? അത് പിന്നെ ആ പണക്കിഴിയിൽ നിന്ന് 3 നാണയം കാണാനില്ല. നിർത്തി യൂദാസ്, നിർത്ത്. ഊണിലും ഉറക്കത്തിലും പണത്തെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണോ നിനക്കുള്ളത്? പണവും സമ്പാദ്യവും ഇല്ലാതെ എന്ത് ജീവിതം ബാറാബാസ്? പണത്തോടുള്ള നിന്റെ ഈ അമിത ഭ്രമം നിന്നെ അപകടത്തിൽ ചാടിക്കും. നേതാവേ, ഗുരു വരുന്നുണ്ട്. എന്താണാവോ പെട്ടെന്നൊരു സന്ദർശനം? വളരെ പ്രധാനപ്പെട്ടതെന്തോ ഗുരുവിന് പറയാനുണ്ട്. ആ ഒനിസിമോസ്, ഗുരുവിനെ സ്വീകരിച്ച ശേഷം പുറത്തെ കാവൽ ശക്തമാക്കൂ. ശരി. എന്നാലും ഞാൻ അതല്ല ആലോചിക്കുന്നത്. എന്താ? എന്തു പറ്റി? ആ 3 നാണയം എവിടെ പോയി? ഛേ, ആചാര്യനായ ഗുരുവിന് വന്ദനം. വന്ദനം. എന്താണാവോ പെട്ടെന്നുള്ള വരവിന്റെ ഉദ്ദേശം? കാര്യമുണ്ട്. നഗരത്തിൽ നമുക്ക് ഒരു പുതിയ പ്രതിയോഗി ഉണ്ടായിരിക്കുന്നു. ആ തച്ചൻ യേശുവിനെ കുറിച്ചാണോ അങ്ങ് പറയുന്നത്? അവനെ നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങ് പറഞ്ഞു വരുന്നത്? പറയാം. യഹൂദിയുടെ മോചനത്തിന് വേണ്ടി ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ പെട്ടെന്ന് കഴിയില്ല എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. എന്നാൽ അത്ര നിസ്സാരമല്ലാത്ത ചില മായാവിദ്യകൾ കൊണ്ട് അവൻ ജനത്തെ സംഘടിപ്പിച്ചിരിക്കുന്നു. അതെ, എന്റെ അറിവനുസരിച്ച് യഹൂദയുടെ ആധുനിക ചരിത്രത്തിൽ ഇത്രയധികം ജനസ്വാധീനമുള്ള ഒരു വ്യക്തി ഉണ്ടായിട്ടില്ല എന്ന് വേണം കരുതാൻ. ഇത്രയും ആയ സ്ഥിതിക്ക് ഒരു സുപ്രഭാതത്തിൽ യേശു അധികാരം പിടിച്ച് രാജാവാകില്ലെന്ന് ആര് കണ്ടു? അതാ ഞാൻ പറഞ്ഞത്, ഇത് ഗൗരവമുള്ള കാര്യമാണെന്ന്. യേശുവിൻ്റെ ജനസമ്പർക്കം വർദ്ധിച്ചാൽ വിപ്ലവം കൊണ്ട് വിമോചനമെന്ന് നാം പറഞ്ഞു പഠിപ്പിച്ചത് അവർ മറക്കും. നമ്മുടെ സ്വപ്നങ്ങൾ തകരും. ഗുരു, ചോരയും നീരുമൊഴുക്കി നാം ഉണ്ടാക്കിയെടുത്ത ഈ വിപ്ലവ സാമ്രാജ്യം ആ മായാജാലക്കാരന്റെ മുമ്പിൽ അടിയറു വയ്ക്കാൻ കഴിയില്ല. വിപ്ലവത്തിന് വളക്കൂറുള്ള മണ്ണായി ഇതിനെ മാറ്റണമെങ്കിൽ യേശു ഇല്ലാതാവണം. ശരിയാണ്. അതിന് അവന്റെ ഉദ്ദേശം നാം തിരിച്ചറിയണം. അതിനെന്താ ഒരു വഴി? ഞാൻ പറയാം. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ യേശുവിനൊപ്പം ചേരണം. ഗുരു, അങ്ങെന്താണ് ഈ പറയുന്നത്? മനസ്സ് മുഴുവൻ കനൽ പോലെ എരിയുന്ന വിപ്ലവവുമായി കഴിയുന്ന ഒരാൾ എങ്ങനെ അവനോടൊപ്പം പോകും? നമുക്ക് മുമ്പിൽ മറ്റു വഴികളില്ല ബറാബാസ്. കാര്യം ശരി, പക്ഷേ ആര് പോകും? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നാളെ മുതൽ യേശുവിനോടൊപ്പം യൂദാസ് പോകട്ടെ. ഗുരു, ഞാനോ? അതെ, നീ തന്നെ. ക്ഷമിക്കണം, എനിക്കതിന് കഴിയില്ല. മനസ്സ് മുഴുവൻ എരിയുന്ന വിപ്ലവ ചിന്തകളാണ്. സമാധാനപ്രിയനായ യേശുവിനോടൊപ്പം പോയാൽ എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. യൂദാ, നീ പോകണം. ഗുരുവിന്റെ വാക്കിന് മറുവാക്കില്ല. പരമമായ ലക്ഷ്യത്തിലെത്താൻ വിപ്ലവകാരികൾക്ക് പല അടവുകളും പ്രയോഗിക്കേണ്ടി വരും. അത്തരമൊരു അടവായി മാത്രം ഇതിനെ കാണുക. ബറബാസ്, എന്നാലും ഞാൻ യൂദ, നിന്നെ അവനോടൊപ്പം അയക്കുന്നത് പ്രവാചകനാകാനല്ല, അവന്റെ എല്ലാ നീക്കങ്ങളും ഇവിടെ അറിയിക്കുവാനാണ്. ശരി ഗുരു. യൂദാസ്, ഇന്നു മുതൽ നീ വിപ്ലവകാരിയായ യൂദാസ് അല്ല, നസ്രയനായ യേശുവിന്റെ ശിഷ്യൻ ഇസ്കരിയാത്തോസ് യൂദ. പുരോഹിത, ആ കള്ള മശിഹായെ നശിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലാകും. അതേ പുരോഹിത,
പൂർവ്വപിതാക്കന്മാരായി നാം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ന്യായപ്രമാണ ചിന്തകളെപ്പോലും അവൻ ദുർവ്യാഖ്യാനം ചെയ്യാൻ തുനിയുന്നു. ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട്. അയ്യോ, ഒന്നും പറയണ്ട. ശരീരത്തിൽ ചതയാൻ ഇനി ഒരു ഭാഗവും ബാക്കിയില്ല. അമ്മോ, വലിയ ചതിയായി പോയി പുരോഹിത. എന്താ ഉണ്ടായത്? എന്തുണ്ടാവാൻ? ആ നസ്രേത്തുകാരൻ യേശു ദേവാലയത്തിൽ ഇന്നലെ കാട്ടിക്കൂട്ടിയ വിപ്ലവത്തിന്റെ ബാക്കി പത്രമായത്. ഇന്നലെ ആ യേശു എന്തഹങ്കാരമാ ദേവാലയത്തിൽ കാട്ടിക്കൂട്ടിയത്. ചാട്ടവാറെടുത്ത് കച്ചവടക്കാരെല്ലാം അടിച്ചോടിച്ചു. ചാട്ടവാറടി നിനക്ക് കിട്ടിയോ? കിട്ടിയോന്നോ? അവൻ തച്ചനല്ലേ, നല്ല കയ്യൂക്ക. പുറം മുഴുവൻ അടിച്ചു പൊട്ടിച്ചു. രാപ്പകലില്ലാതെ ഞാൻ പിടിച്ച എന്റെ പ്രാവിനെല്ലാം ഒരു ദൈവമില്ലാതെ പറത്തിവിട്ടു. പിന്നെ ആ ദേവാലയത്തിന് ചുറ്റും എന്നെ ഓടിച്ചിട്ടടിച്ചു. പൊന്നു പുരോഹിത, അവൻ മിശിഹായല്ല, മഹാക്രൂരനാ, മഹാക്രൂരൻ. പ്രാവുമാമൻ വിഷമിക്കേണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. അയ്യോ, ശരീരത്തിൽ പിടിക്കല്ലേ. ആ, ആ, അയ്യോ, ആ, ആ, അയ്യോ, ആ. പുരോഹിതൻ കരുതും പോലെ കാര്യങ്ങൾ എളുപ്പമല്ല. അവനോടൊപ്പം എപ്പോഴും ജനമുണ്ട്. പരസ്യമായി അവന് വല്ലതും ചെയ്താൽ അവർ പ്രതികരിക്കും. പിന്നെ എന്താ ഒരു വഴി? വഴി ഉണ്ടാക്കിയില്ലെങ്കിൽ നമ്മൾ രണ്ടു കൂട്ടരും വഴിയിലാകും. അയ്യോ, അയ്യോ അമ്മേ, ഞാൻ പോവുക. അയ്യോ, അയ്യോ, ആ, ആ, അയ്യോ, ആ. എത്രയും പെട്ടെന്ന് അവന്റെ വിധി നടപ്പാക്കണം. നമുക്ക് ആ വിപ്ലവകാരിയായ ഗുരുവിനെ പോയി കണ്ടാലോ? അത് ശരിയാ. ഒരു വിപ്ലവകാരിയെ ഇല്ലാതാക്കാൻ മറ്റൊരു വിപ്ലവകാരിയെ ഉപയോഗിക്കുക നല്ലൊരു തന്ത്രം തന്നെ. അല്ല യൂദാസ്, നീ എപ്പോൾ എത്തി? എത്ര നാളായി നിന്നെ കണ്ടിട്ട്? ബറാബാസ്, ഞാനാകെ പ്രതിസന്ധിയിലാണ്. എന്തു പറ്റി? നിന്റെ മനസ്സാകെ അസ്വസ്ഥമാണെന്ന് തോന്നുന്നല്ലോ. അതെ ബറാബാസ്, ഞാൻ അസ്വസ്ഥനാണ്. നിദ്ര എന്നെ തേടി എത്തിയിട്ട് നാളുകളേറെയായി. ഉറക്കമില്ലാത്ത രാവുകളിൽ എന്റെ ചിന്താമണ്ഡലങ്ങളെ കവർന്നെടുത്തത് അവനാണ്, യേശു. ബറാബാസ്, സത്യം, അവൻ യഹൂദാജനം കാത്തിരുന്ന മശിഹായാണ്. എന്താ എന്താ നീ ഇങ്ങനെ ചിരിക്കുന്നത്? നിനക്കുറക്കമില്ലാത്ത രാവുകൾ സമ്മാനിക്കുവാൻ നീ അവനെ കാമയുടെ സ്ഥാനത്താണോ കാണുന്നത് എന്നോർത്ത് ചിരിച്ചതാ. അവനെക്കുറിച്ചുള്ള നിന്റെ വർണ്ണനകൾ ശലോമോന്റെ പ്രണയഗീതങ്ങളെയും തോൽപ്പിക്കും. എന്നെ വിശ്വസിക്കൂ ബറാബാസ്, അവൻ മശിഹായാണെന്നാണ് എന്റെ വിശ്വാസം. നീ ഇത്ര മടയനായിപ്പോയല്ലോ യൂദാസ്. ആദ്യം എല്ലാവരെയും സ്നേഹിച്ച് ഒടുവിൽ എല്ലാവരെയും ചതിക്കും അവൻ. ഇല്ല ബറാബാസ്, ഇല്ല. യേശു ആരെയും ചതിക്കില്ല. അവൻ അതിന് കഴിയില്ല. സ്നേഹാംശം മാത്രം തുടിക്കുന്ന അവന്റെ കണ്ണുകൾ, നന്മ മാത്രം സംസാരിക്കുന്ന അധരങ്ങൾ, ചില നേരങ്ങളിൽ നീതിക്കു വേണ്ടി നിലകൊള്ളുന്ന ഒരു പോരാളി. അവൻ ദൈവത്തിന്റെ പുത്രനാണ്, തീർച്ച. എന്റെ കർമ്മ. നിർത്ത് നിന്റെ വിവരണം. രക്തം ചൊരിഞ്ഞ് വിപ്ലവം നടത്താമെന്ന് പറഞ്ഞ യൂദാസാണോ നീ? വിമോചനത്തിനു വേണ്ടി ചുടുചോര ഒഴുക്കാമെന്ന് പറഞ്ഞ യൂദാസാണോ നീ? അത് ബറാബാസ്, ഞാൻ പറയുന്നത്. എനിക്കൊന്നും കേൾക്കണ്ട. നീ പോ, ചെന്ന് രോഗികളെ സൗഖ്യമാക്ക്. കനൽ പോലെ എരിയുന്ന വിപ്ലവവുമായി ഇറങ്ങിത്തിരിച്ചവൻ കുഞ്ഞാടിനെ പോലെ പ്രവാചകന്റെ കുപ്പായമിട്ട് വന്നിരിക്കുന്നു. നാണമില്ലാത്തവൻ. ഓ ബറാബാസ്, നീ ഒന്ന് മനസ്സിലാക്കണം. നിന്നെ പോലെ തന്നെ ഞാനും വിമോചനം ആഗ്രഹിക്കുന്നു. നമ്മെ കൊണ്ട് സാധിക്കാത്തത് യേശുവിനെ കൊണ്ട് സാധിച്ചാൽ ഞാൻ അവനോടൊപ്പം പോകും. പൊയ്ക്കോ, നീ എവിടെ വേണമെങ്കിലും പൊയ്ക്കോ. പോകാൻ. നേതാവേ, ഗുരുവും മഹാപുരോഹിതന്മാരും ഇങ്ങോട്ട് എഴുന്നള്ളുന്നു. ഗുരുവിനും പുരോഹിത ശ്രേഷ്ഠന്മാർക്കും വന്ദനം. വന്ദനം
അങ്ങയോടൊപ്പം മഹാപുരോഹിതന്മാരെ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഒരേ ലക്ഷ്യമുള്ളവർ ഒന്നിച്ചല്ലേ സഞ്ചരിക്കേണ്ടത്. അതേ ബറാബാസ്, നമ്മുടെ പൊതുശത്രു യേശുവാണ്. നമുക്കവനെ നശിപ്പിക്കണം. അതിന് സമയമായിരിക്കുന്നു. എന്തു പറ്റി യൂദാസ്? നീ ആകെ വിഷമിച്ചിരിക്കുന്നത് പോലെ. ഈ വിപ്ലവകാരിയിൽ കള്ളപ്രവാചകൻ ചില മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. അതിൻ്റെ മാറ്റമാ. യൂദാസ്, നിന്റെ മനസ്സിനെ ചലിപ്പിച്ചവന്റെ ചലനം നിർത്തണം. നിനക്കതിന് കഴിയും. ഇല്ല, എനിക്കതിന് കഴിയില്ല. യുദാസ്, നീ അധികം ഒന്നും ചെയ്യണ്ട. ഞങ്ങളുടെ പടയാളികൾക്ക് ഇപ്പോൾ യേശു എവിടെയുണ്ട് എന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്ടേക്കുക. എന്താ യൂദാസ്, നിനക്കതിനും ബുദ്ധിമുട്ടുണ്ടോ? എനിക്കറിയാം, യൂദാസ് അത് ചെയ്യും. നീ ചെയ്യുന്നതിന് നിനക്കും പ്രതിഫലമുണ്ട്. ദാ 10 വെള്ളിക്കാശ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കതിന് കഴിയില്ല. 15 വെള്ളിക്കാശ്. ഇല്ല, എന്നെ നിർബന്ധിക്കണ്ട. 20 വെള്ളിക്കാശ്. ഇല്ല. 25, 30 വെള്ളിക്കാശ്. പണം, പണം. യൂദാസ്, യൂദാസ് ഈ കർമ്മം ഏറ്റെടുത്തിരിക്കുന്നു. ഇന്ന് നമുക്ക് ആഹ്ലാദത്തിന്റെ ദിനമാണ്. പുരോഹിതന്മാരെ, ഞാൻ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. യൂദാസിന്റെ ബലഹീനത നിങ്ങൾ മുതലെടുത്തു. ഗുരു, ഗുരു, റോമാ പടയാളികൾ നമ്മുടെ താവളം വളഞ്ഞിരിക്കുന്നു. പ്രാവുകളെ, നിങ്ങളിങ്ങനെ വിലസി പറന്നു നടന്നോ. ഞാൻ പിടിച്ചോളാം എല്ലാറ്റിനെയും. എടോ പ്രാവുമാമ, അയ്യോ, രക്ഷപ്പെട്ടോളാം. ഹോ, രക്ഷപ്പെട്ടു. അമ്മേ, ദയവായി എന്നെ ഉപദ്രവിക്കരുത്. അയ്യോ, അയ്യോ, അയ്യോ. തന്നെ ഉപദ്രവിക്കാനല്ല, ഒരു വിവരം പറയാനാണ് വിളിച്ചത്. വെറുതെ ഓടി. എടോ പ്രാവുമാമ, ആ നസ്രത്തുകാരൻ യേശുവിനെ റോമാക്കാർ പിടികൂടി. നേരാണോ? സന്തോഷമായി കൂട്ടുകാരാ, സന്തോഷമായി. പ്രാവിനെ വിറ്റ് നടന്ന എന്റെ ജീവിതം വഴിയാധാരമാക്കിയവനവൻ. അല്ല കൂട്ടുകാരാ, നഗരത്തിൽ വിപ്ലവം നടത്തിയതിന് ആ ബറാബാസിനെ പിടികൂടി എന്നറിഞ്ഞു. ശരിയാണോ? അതെ, അവനെയും പിടികൂടി. അപ്പോ 2 പേരും അകത്തായി. ഇനി ഇവിടെ എന്തെങ്കിലും നടക്കും. വരൂ, നമുക്ക് പീലാത്തോസിന്റെ അരമനയിലേക്ക് പോകാം. അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമല്ലോ. പ്രാവുകളെ, നിങ്ങൾക്ക് വിട. ഇനി വിപ്ലവകാരികളുടെ വിധി അറിഞ്ഞിട്ടാകാം ബാക്കി കാര്യം. ഗുരു, ബറാബാസിനെ രക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾ തകരും. വിഷമിക്കേണ്ട, ഞാൻ അതിന് വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഹോ, ആശ്വാസമായി. എന്നാൽ ഞാൻ പോകുന്നു. എന്താണ് ഇത്ര അത്യാവശ്യമായി കാണണമെന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം സാധിച്ചു. യേശു തടവിലായി. യൂദാസ് ഭംഗിയായി കാര്യം സാധിച്ചു. പക്ഷേ എനിക്ക് എന്റെ ബറാബാസിനെ നഷ്ടമായി. മനസ്സിലായി. ബറാബാസിനെ തിരികെ കിട്ടണം അല്ലേ? അതെ, അതിനൊരു മാർഗമുണ്ട്. യേശുവിനെതിരെ ജനങ്ങളെ കൊണ്ട് അവനെ ക്രൂശിക്കണമെന്ന് പറയിക്കണം. യേശുവിനെ കുരിശിക്കുവാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. പക്ഷേ അതുകൊണ്ട് ബറാബാസ് എങ്ങനെ രക്ഷപ്പെടും? അതിനും വഴിയുണ്ട്. എല്ലാ പെസഹ നാളിലും റോമ ഭരണകൂടം ഒരു തടവുകാരനെ വിട്ടയക്കുക പതിവാണ്. ഇപ്രാവശ്യം ആരെ വേണമെന്ന് ചോദിക്കുമ്പോൾ ബറാബാസിനെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കണം. അതു ഞങ്ങൾ ഏറ്റു.
വലിയ ചതിയാണ് ഞാൻ ചെയ്തത്. ഈ പണമാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചത്. സ്നേഹം തിരിച്ചറിയാൻ പറ്റാത്ത കാട്ടാളനായി പോയല്ലോ ഞാൻ. പാപിയാണ് ഞാൻ മഹാപാപിയാണ്. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുത്ത മഹാപാപി. എനിക്ക് മാപ്പില്ല. ലോകം എനിക്ക് മാപ്പ് തരില്ല. എന്തു പറ്റി യൂദാസ്? മനാസ്, നാം യേശുവിനെ തെറ്റിദ്ധരിച്ചു. അവൻ മശിഹായാണ്, മശിഹ. ആ മശിഹായെ ഒറ്റിക്കൊടുത്ത മഹാപാവിയാണ് ഞാൻ. നീ പറ, ഞാൻ ചെയ്തത് ശരിയാണോ? അതെനിക്കറിയില്ല. പക്ഷേ നിങ്ങൾക്കതിൽ കുറ്റബോധമുണ്ടല്ലോ. അതേ മാനസ്, യേശുവിനെ സ്നേഹിച്ച ജനങ്ങൾ അവർ എന്നെ പേടിയോടെ നോക്കുന്നു. ക്രൂശുമായി യേശു കാൽവരിയിലേക്ക് പോയപ്പോൾ അവർ ഒഴുക്കിയ ഓരോ തുള്ളി കണ്ണുനീരും 1000 അഗ്നിയായി എന്റെ നെഞ്ചിലേക്ക് ആളിപ്പടരുകയാണ്. അവരുടെ നിലവിളി എന്റെ കാതിൽ ഇപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇല്ല, ഈ ലോകം എനിക്ക് മാപ്പ് തരില്ല. തിരുവത്താഴമേശയിൽ ഒപ്പമിരുത്തി ഗുരുവേ നീ. തിരുവത്താഴമേശയിൽ ഒപ്പമിരുത്തി ഗുരുവേ നീ. തിരുമാംസമിണങ്ങൾ പങ്കിട്ടേ അഴുകി നീ എൻ പാദമേൽ. എങ്കിലും കാണാതെ പോയി നിൻ സ്നേഹം നാഥ. കുരിശിൻ വഴി മറന്നു ഇരുളിൽ ഏകനായി ഞാൻ തളർന്നിരുന്നു. 30 വെള്ളി കാശിൻ്റെ വിലയിട്ട് വിറ്റു ഞാൻ എൻ്റെ ഗുരുനാഥനെ. യൂദാസ്, താങ്കളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. താങ്കളെ ഉപദേശിക്കാൻ ഞാൻ ആളുമല്ല. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് തിരിച്ചറിയാനാവാതെ കുഴങ്ങുകയാണ് ഞാൻ. പിന്നെ താങ്കൾ ചെയ്തത് തെറ്റാണെന്ന് താങ്കൾക്ക് തോന്നുന്നുവെങ്കിൽ പാപത്തിന് വിലയായി താങ്കൾ വാങ്ങിയ ഈ പണം അവരെ തന്നെ തിരിച്ചേൽപ്പിച്ചേര്. ഞാൻ ചെയ്തതിന് അതുകൊണ്ട് പരിഹാരമാകില്ലെന്ന് എനിക്കറിയാം. എങ്കിലും ഈ പണം അവരുടെ മുഖത്തേക്ക് ഞാൻ വലിച്ചെറിയും. മനാസ്, ഞാൻ പോകുന്നു. ഒരുപക്ഷെ ഇനി നമ്മൾ തമ്മിൽ കണ്ടെന്നു വരില്ല. ഒരു സാധാരണക്കാരനായ തച്ചന് മനുഷ്യരെ ഇത്രമേൽ സ്വാധീനിക്കാൻ കഴിയുമോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നേതാവേ, അങ്ങ് രക്ഷപ്പെട്ടോ? ലോകത്തെക്കുറിച്ച് നിനക്കെന്തറിയാം? നീതിമാനെ ക്രൂശിക്കണമെന്നും വിപ്ലവകാരിയായി എന്നെ ലോകത്തിന് വേണമെന്നും ജനം പറഞ്ഞു. എത്ര വിചിത്രമായ ലോകം! ഒരുപക്ഷെ ജനം നമ്മളിലൂടെ വിമോചനം ആഗ്രഹിക്കുന്നു എന്നതിനുള്ള തെളിവല്ലേ ഇത്? എന്ത് വിമോചനം മനാസ്? നാം ആർക്ക് വേണ്ടിയാണ് വിമോചനം നേടേണ്ടത്? അധികാരവർഗം ഒഴിയുന്നത് അക്ഷരത്തെറ്റുകളില്ലാതെ അലറിപ്പറയുന്ന കഴുതകളായ ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടിയോ? അതോ സർവവ്യാപിയായ സർവശക്തൻ പോലും തങ്ങളുടെ കൈക്കുമ്പിളിലാണെന്ന് അഹങ്കരിക്കുന്ന ഒരു കൂട്ടം പുരോഹിതവർഗത്തിന് വേണ്ടിയോ? നാം ആർക്ക് വേണ്ടി വിമോചനം നേടണം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അതേ മനാസ്, മാറ്റം വന്നിരിക്കുന്നു. യഥാർത്ഥ വിപ്ലവകാരിയെ
വിമോചകനെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ വിപ്ലവം നടത്തിയത് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയാണെങ്കിൽ അവർക്ക് വേണ്ടി നാം എന്തു ചെയ്തു? വിശന്നിരിക്കുന്നവന് ആഹാരം കൊടുക്കാനോ ആവശ്യക്കാരെ സഹായിക്കാനോ നമുക്ക് കഴിഞ്ഞോ? എൻ്റെ അഭിപ്രായത്തിൽ സമൂഹത്തിന് വേണ്ടത് നൽകിയത് യേശുവാണ്. ആ യേശുവാണ് യഥാർത്ഥ വിപ്ലവകാരി. യഹൂദ്യയിലെ വിപ്ലവ ലോകത്തിന്റെ അധിപനായ ബറാബാസിൽ നിന്നും ചാബല്യ വാക്കുകൾ ഉയരുന്നുവോ? വന്ദനം ഗുരു. വെറും ചാബല്യവാക്കുകളല്ല, ഉള്ളിൽ തട്ടിയ ചില സത്യങ്ങൾ മാത്രം. അല്ലയോ ബറബാസ്, യേശുവിനെ ഒറ്റിക്കൊടുക്കണമെന്നും വിപ്ലവം മറക്കരുതെന്നും യൂദാസിനോട് പറഞ്ഞത് നിങ്ങളല്ലേ? ഞങ്ങളിലെ വിപ്ലവ ചിന്തകളെ കനൽ പോലെ എരിച്ചെടുത്തതും നിങ്ങളല്ലേ? ആ നിങ്ങളാണോ ഒരു ദിവസം സർവവും മറന്ന് യേശുവിന് വേണ്ടി സംസാരിക്കുന്നത്? ഒനിസിമോസ്, യേശുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഒരു നിമിഷം മതി. ഗുരുവിനറിയാമോ, ജയിലറയ്ക്കുള്ളിൽ നിന്നും ഞാൻ കേട്ടു, ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ ക്രൂശിക്കണമെന്ന് പറയുന്ന ജനത്തിന്റെ ശബ്ദം. ആ ജനത്തിന് വേണ്ടി വിപ്ലവം നടത്താൻ ഞാനില്ല. നീ മൂലം തകരാൻ പോകുന്നത് വർഷങ്ങളായി നാം വളർത്തിയെടുത്ത നമ്മുടെ സ്വപ്നങ്ങളാണ്. നിങ്ങളെല്ലാവരും എൻ്റെ മാനസികാവസ്ഥയൊന്ന് മനസ്സിലാക്കണം. യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ ആരോ എൻ്റെ ഉള്ളിൽ മന്ത്രിക്കുന്നു. എനിക്ക് വേണ്ടിയാണവൻ ക്രൂശിക്കപ്പെടുന്നതെന്ന്, നമുക്ക് വേണ്ടിയാണവൻ ക്രൂശിക്കപ്പെടുന്നത്. ആ ക്രൂശിൽ കിടക്കേണ്ടത് ഞാനാണെന്ന് ആ ചിന്ത എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. അങ്ങിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തുവാൻ യേശുവിൽ എന്തിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മനസ്സിലാകും, എല്ലാവർക്കും മനസ്സിലാകും. കാത്തിരിക്കൂ, കാലം അത് തെളിയിക്കും. ബറബാസ്, നിങ്ങളിൽ നിന്നാണ് യഹൂദയുടെ വിപ്ലവത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. അത് നിങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പോകുകയാണോ? ചരിത്രരേഖകളിൽ എന്നെക്കുറിച്ച് അറിയണമെന്ന് എനിക്ക് താല്പര്യമില്ല. ഞാൻ പോവുകയാണ് ഗോകുൽത്താ മലയിലേക്ക്. അവർ ഇപ്പോൾ യേശുവിനെ ക്രൂശിൽ തറച്ചിരിക്കും. ആ ശരീരത്തിൽ ജീവന്റെ ഒരംശം ബാക്കിയുണ്ടെങ്കിൽ എനിക്ക് അവനോട് മാപ്പ് പറയണം. എനിക്ക് മാപ്പ് ചോദിക്കണം. എനിക്ക് അവനോട് മാപ്പ് ചോദിക്കണം. ശരി, നിന്റെ ഇഷ്ടം പോലെ. നീ ഒന്നോർക്കണം, ഒരു ബറാബാസും യൂദാസും ഇല്ലെന്ന് വെച്ച് വിപ്ലവം ഇവിടെ മരിക്കില്ല. ലോക ജനത ഉള്ളിടത്തോളം കാലം വിപ്ലവങ്ങളും ചെറുത്തുനിൽപ്പുകളും തുടർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് പിരിയാം. തൃപ്തിയായില്ലേ? തൃപ്തിയായില്ലേ ബറാബാസ്? നിങ്ങളെല്ലാവരും കൂടി ആ നീതിമാനെ ഈ കരങ്ങൾ കൊണ്ട് കൊല്ലിച്ചില്ലേ? യൂദാസ്, നിന്റെ ദുഃഖം ഞാൻ മനസ്സിലാക്കുന്നു. നിന്നെ പോലെ ദുഃഖിതനാണ് ഞാനും. നീ യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ പുച്ഛിച്ചു തള്ളി. പക്ഷേ ഞാൻ കിടക്കേണ്ട ക്രൂശിൽ അവൻ കിടക്കാൻ മനസ്സ് കാണിച്ചപ്പോൾ അവന്റെ മഹത്വം ഞാൻ മനസ്സിലാക്കി. എന്താ നീ പറഞ്ഞത്? യേശു നിന്നെ സ്വാധീനിച്ചെന്നോ? അവന്റെ മഹത്വം നീ മനസ്സിലാക്കിയെന്നോ? അതെ യൂദാസ്, നിനക്കറിയാമല്ലോ, ഈ ബറാബാസ് ഇന്നുവരെ ആരുടെ മുമ്പിലും തല കുനിച്ചിട്ടില്ല, ഒരിടത്തും തോറ്റു കൊടുത്തിട്ടുമില്ല. പക്ഷേ പോരാട്ടത്തിനു വേണ്ടി തുടിച്ചുകൊണ്ടിരുന്ന എന്റെ മനസ്സിനെ മനുഷ്യപുത്രൻ തോൽപ്പിച്ചു കളഞ്ഞു. എന്റെ അവസ്ഥയും മറിച്ചല്ല. പണം എനിക്ക് ഹരമായിരുന്നു. പണത്തോളം വലിയതായി ജീവിതത്തിൽ മറ്റൊന്നുമില്ല എന്ന്
ഞാൻ വിശ്വസിച്ചു. പക്ഷേ ആ പണം എന്റെ ഗുരുനാഥന്റെ രക്തത്തിന് വിലയായി ഞാൻ വാങ്ങിയപ്പോ അമിതമായി ആഗ്രഹിച്ചാൽ ഇത്രത്തോളം മലിനമായതൊന്നും ഇല്ല എന്ന് ഞാൻ മനസ്സിലാക്കി. മനുഷ്യപുത്രൻ എല്ലാം ക്ഷമിക്കും യൂദാസ്. കാലം എല്ലാം മായ്ച്ചു കളയും. ബറബാസ്, ബറബാസ്, ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എനിക്ക് ചെയ്തു തരുമോ? പറയൂ യൂദാ, എന്താ നിനക്ക് വേണ്ടത്? വയ്യാന്ന് പറയരുത്. ദാ നിന്റെ ഈ കരങ്ങൾ കൊണ്ട് എന്റെ കഴുത്തൊന്ന് ഞെരിച്ച് എന്നെ ഒന്ന് കൊന്നു തരുമോ? കൊന്നു തരുമോ ബറബാസ്? യൂദാസ്, നിന്റെ മനസ്സ് അസ്വസ്ഥമാണ്. നീ പിച്ചുമ്പയും പറയുകയാണ്. അല്ല, ഞാൻ നല്ല സുബോധത്തോടെയാണ് സംസാരിക്കുന്നത്. മരണം, മരണം എന്നെ മാടി വിളിക്കുന്നു. ഞാൻ പോവുകയാണ്, പോവുകയാണ് ബറബാസ്, ഞാൻ പോവുകയാണ്. യൂദാസ്, യൂദാസ്, ഞാനാ പറയുന്നത്. ഇല്ല, എന്റെ പിറകെ വരരുത്. യൂദാസ്, യൂദാസ് അവസാനിച്ചു. അത്രമാത്രം കരുതുക. ഹോ, എന്റെ യഹോവേ, കാൽവരിനാഥന്റെ കണ്ണിൽ നിന്നടരുന്ന കണ്ണുനീർത്തുള്ളിയിലൊന്നൻ ഉള്ളിൽ വന്നു പതിച്ചിരുന്നെങ്കിൽ എൻ സങ്കടമെല്ലാം അകന്നേനെ. ദൈവസ്നേഹമെന്നിൽ നിറഞ്ഞേനെ. കാൽവരിനാഥന്റെ കണ്ണിൽ നിന്നടരുന്ന കണ്ണുനീർത്തുള്ളിയിലൊന്നൻ ഉള്ളിൽ വന്നു പതിച്ചിരുന്നെങ്കിൽ എൻ സങ്കടമെല്ലാം അകന്നേനെ. ദൈവസ്നേഹമെന്നിൽ നിറഞ്ഞേനെ. എന്റെ യഹോവേ, ഞാനും പോവുകയാണ്. യൂദാസിനെ പോലെ മരണത്തിലേക്കല്ല, കാൽവരിയുടെ ചുവട്ടിലേക്ക്. അവൻ എനിക്ക് മാപ്പ് തരും, തീർച്ച. ഒരർത്ഥത്തിൽ ഞാൻ സന്തോഷവാനാണ്. ലോകം കണ്ടതിൽ വച്ച് ഏറ്റവും മഹാനായ വിപ്ലവകാരി, വിമോചകൻ യേശു ഈ പാപിയായ ബറാബാസിന്റെ ഹൃദയത്തിൽ ജനിച്ചിരിക്കുന്നു. ഇനി സമൂഹത്തിന്റെ നന്മയ്ക്കും മാറ്റങ്ങൾക്ക് വേണ്ടി ഞാൻ പൊരുതും, തീർച്ച. ബറാബാസ് തുടങ്ങി വെച്ചത് ഒരു വിപ്ലവത്തിന്റെ ചരിത്രമാണ്. ധാർമ്മികതയുടെ കരുത്തില്ലായിരുന്നു അതിന്. അതുകൊണ്ട് അത് വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. വിമോചനത്തിന് സംഘടിതമായ വിപ്ലവം ഇന്നും ആവശ്യമാണ്. പക്ഷേ പാപത്തിൽ നിന്നുള്ള മോചനത്തിന് ഏകമാർഗം യേശു എന്ന രക്ഷിതാവ് മാത്രമാണ്. ബറാബാസിന്റെ മനസ്സിൽ ക്രിസ്തു ജനിച്ചപ്പോൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അവൻ പൊരുതാൻ ഇറങ്ങിയെങ്കിൽ അധാർമികതയ്ക്കെതിരെ പോരാടുവാൻ നമ്മുടെ ഹൃദയവാതിലുകളെ ക്രിസ്തു എന്ന രക്ഷിതാവിന് ജനിക്കാനായി നമുക്ക് തുറന്നിടാം. തിരുവത്താഴമേശയിൽ ഒപ്പമിരുത്തി ഗുരുവേ നീ. തിരുവത്താഴമേശയിൽ ഒപ്പമിരു